ലെബനനിൽ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ മധ്യേഷ്യയിൽ പുതിയ പോർമുഖം തുറന്നെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്നെന്ന് സൈനികരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. സ്ഫോടന പരമ്പരയിൽ മരണം 34 ഉയർന്നിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, ഹിസ്ബുല്ല നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെയാണല്ലോ പൊട്ടിത്തെറിയുണ്ടായത്. വീണ്ടും അത് വോക്കി ടോക്കികളായിരുന്നു. ഇപ്പോൾ ഏത് സമയത്തും എവിടെയും ലെബനനിൽ സ്ഫോടനമുണ്ടാകും എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണല്ലോ. ഇതിപ്പോൾ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ച പോലെയായില്ലേ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രഖ്യാപനം? തീർച്ചയായും മൊസാദാണ് ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ, സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ് മഞ്ജുഷ. അതിന്റെ ഭാഗമായി തന്നെയാണ് മധ്യേഷ്യയിൽ തങ്ങൾ പുതിയ പോർമുഖം തുറക്കുകയാണ് എന്ന പ്രഖ്യാപനം ഇസ്രായേൽ അതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിനിടയിൽ ഈ മധ്യേഷ്യയിൽ പ്രത്യേകിച്ച് ലെബനിലൊക്കെ വലിയ ഭീതിയാണ് ജനങ്ങൾക്കിടയിൽ പടർന്നിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് ഉപകരണവും, ഇലക്ട്രോണിക് ഉപകരണം എന്തും, ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീൻ, ഏത് ഉപകരണവും പൊട്ടിത്തെറിക്കുമെന്നുള്ള മെസ്സേജുകൾ ഈ വാട്സപ്പുകളിലൂടെയും ഈ മറ്റും പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. അത് ആ മേഖലയിൽ ജനങ്ങളുടെ ജീവിതം വലിയ ഭീതിദായകമായിരിക്കുകയാണ്. പലരും ഇത്തരം ഉപകരണങ്ങൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം കൂടി അവിടെ നിലനിന്നിരിക്കുന്നു. ഇതിനിടയിൽ ഇറാൻ അടക്കം അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഇത്തരം സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ എന്ന അതീവ ഗൗരവതരമായ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ മൊസാദ് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു സ്ഫോടന പരമ്പരയാണ് എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇറാഖിൽ നിന്നും മറ്റും മരുന്നുമായും മറ്റും ഒരുപാട് വിമാനങ്ങൾ ഇപ്പോൾ ലെബനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനിലെ മിക്ക ആശുപത്രികളും ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ ആളുകളെ കൊണ്ട് നിറഞ്ഞ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അവസ്ഥ നമ്മൾ പുറത്തു കാണുന്നതിനേക്കാളും അതീവ ഗുരുതരമാണ് എന്ന് തന്നെയാണ്. കാരണം അംഗഭംഗം വന്ന മനുഷ്യരാണ് എവിടെയും എന്നതാണ്. അത് ലെബന്റെ സ്ഥാനപതിക്ക് പോലും ഗുരുതരമായി, ഇറാന്റെ സ്ഥാനപതിക്ക് പോലും ഗുരുതരമായി പരിക്കേറ്റ പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. അങ്ങനെ 34 മരണം എത്തിയിരിക്കുന്നു. 3500ഓളം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇവരിൽ പലരുടെയും പരിക്ക് ഗുരുതരമാണ്. കൈകാലുകൾ പോലും പോയ, കണ്ണുകൾ പോലും തകർന്നു പോയ ആളുകൾ ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 5000 പേജറുകളിൽ 3000ഓളം പേജറുകൾ, അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ള വാങ്ങിയ 5000ഓളം പേജറുകളിൽ 3000 പേജറുകൾ പൊട്ടിത്തെറിച്ചു. ബാക്കി പേജറുകൾ ഏതാണ്ട് പൂർണ്ണമായും ഉപേക്ഷിച്ച മട്ടാണ്. അങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ്, ഭീതിജനകമായ അവസ്ഥയിലാണ് മധ്യേഷ്യ. രഞ്ജിത്ത് രാമേന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.